കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 6 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരായ വിദ്വേഷ പ്രചാരണത്തെ ചൊല്ലി വിവാദം കടുക്കുകയാണ്. ഫാത്തിമ തഹ്ലിക്കെതിരെ അനൗൺസ്മെന്റ് വാഹനത്തിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്നാണ് UDF നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ പ്രചാരണത്തിനായി കേരളത്തിലേക്ക് വരുന്നു. NDAയ്ക്കായി സ്മൃതി ഇറാനി, തേജസ്വി സൂര്യ, കിരൺ റിജിജു, JP നദ്ദ എന്നിവർ ഇന്ന് തിരുവനന്തപുരത്ത് വരും. കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പര്യടനങ്ങൾ. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരും. അതുപോലെ വടക്കൻ കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ ദീപക് തർമ്മണം തലശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN ഈ അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി വീണ്ടും സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പ്രചരണത്തിനെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഇന്ന് ആദ്യം പ്രചരണത്തിനിറങ്ങുന്നത് പേരാവൂർ മണ്ഡലത്തിലാണ്. പേരാവൂർ മണ്ഡലത്തിൽ ചാവശ്ശേരിയിൽ KK ശൈലജ ടീച്ചർക്ക് വോട്ട് ചോദിച്ചുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യത്തെ പ്രചരണ പരിപാടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇന്ന് മുഴുനീളൻ പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കലാകാരന്മാരുടെ സംഗമ പരിപാടിയിൽ പങ്കെടുക്കും. അതിൽ കമലഹാസൻ ഓൺലൈനായി പങ്കെടുക്കുമെന്നാണ് വിവരം. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ച വിവാദം പേരാമ്പ്രയിലാണ്. ഇതാണ് ഇടതുമുന്നണി കൺവീനർ മത്സരിക്കുന്ന സ്ഥലത്ത് ഫാത്തിമ തഹ്ലിക്കെതിരെ മതം പറഞ്ഞുള്ള പ്രചരണം നടന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു. ഏതായാലും അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്നും അത്തരത്തിലൊരു പ്രചരണം നടന്നു എന്നുള്ളതാണ് പരാതി. ആ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീക്കും. എന്നാൽ അതേ സമയത്ത് LDF സ്ഥാനാർത്ഥിയായ ഇടതുമുന്നണി കൺവീനർ പറഞ്ഞത് പരിശോധിക്കട്ടെ, അന്വേഷണവുമായി സഹകരിക്കാൻ ഇടതുമുന്നണി തയ്യാറാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വിവാദങ്ങൾ കൊഴുക്കുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് മുഹമ്മദ് റിയാസ് പരാതി നൽകിയത് PV അൻവറിനെതിരെ. മുഹമ്മദ് റിയാസ് അല്ല, റിയാസിന് വേണ്ടി അവിടുത്തെ LDF കമ്മിറ്റിയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ പരാതികൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള സമയം കൂടിയാണ് ഈ അവസാന ലാപ്പിലെ തെരഞ്ഞെടുപ്പ്. കാരണം ഇനി പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. ഇന്ന് ദുഃഖവെള്ളി കൂടിയാണ്. സ്വാഭാവികമായും നേതാക്കൾ, പള്ളി, സഭയുടെ അകത്തളങ്ങൾ, സഭാ നേതാക്കൾ ഇവരെയൊക്കെ കാണുന്ന ദിവസമാണ് ഈ ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങൾ. ഏതായാലും ഇനി 6 ദിനം, SKN പറഞ്ഞതുപോലെ 6 ദിനമാണ്. ഈ 6 ദിനം നിർണായകമാണ്. പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ കൊടുമ്പിരിക്കൊള്ളും. കാരണം ഇപ്പോഴത്തെ ചൂട് അതികഠിനമാണ്. അതുപോലെ തന്നെ പ്രചാരണത്തിൻ്റെ ചൂടും കഠിനമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരോപണ പ്രത്യാരോപണങ്ങളും മുറുകും SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.